ഇന്ന് അല്പസമയം മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശദമായ ഒരു ട്വീറ്റ് എക്സിലുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 കൊല്ലം UPA സർക്കാർ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ നീക്കിവെച്ചത്. പക്ഷേ ഇനി അങ്ങോട്ട് വികസനത്തിൻ്റെ ദിവസങ്ങളാണ്, വർഷങ്ങളാണ്. വികസിത് ഭാരത് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. NDA തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 400 സീറ്റുകൾ ലഭിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനം പ്രധാനമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും വലിയ USP എന്ന് പറയുന്നത്, യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മോദി മാത്രമാണ്. മറ്റൊന്നും അവർക്ക് അവകാശപ്പെടാനില്ല എന്നുള്ള വിമർശനം ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുൽവാമ പോലുള്ള, ബാലാക്കോട്ട് പോലുള്ള വൈകാരികമായ വിഷയങ്ങൾ, ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന വിഷയങ്ങൾ BJPക്ക് അനുകൂലമായെങ്കിൽ ഇത്തവണ അങ്ങനെ ഒന്നും തന്നെയില്ല. ആകെ ഉള്ളത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിന്നീട് വർഗീയ ചേരിതിരിവിന് വഴിവെക്കുന്നു എന്ന ആരോപണം ഉയർന്നിട്ടുള്ള CAA പൗരത്വ നിയമ ഭേദഗതിയുമാണ് BJPക്ക് എടുത്തു കാട്ടാൻ കഴിയുന്നത്. പക്ഷേ ഗ്രാമീണ മേഖലകളിലുള്ള, കാർഷിക മേഖലകളിലുള്ള വിഷയങ്ങളൊക്കെ തന്നെ ഇത് മറികടക്കാൻ പോകുന്നതാണ് എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി പ്രതിപക്ഷത്തിനുണ്ട്. അതേസമയം പ്രതിപക്ഷ രംഗത്ത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലും തകർന്ന മട്ടിലാണ്. പശ്ചിമ ബംഗാളിലില്ല, മഹാരാഷ്ട്രയിൽ ഇന്ന് ചർച്ചകൾ നടക്കുന്നതേ ഉള്ളൂ. സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. രാഹുൽ ഗാന്ധി നയിക്കുന്ന ന്യായ് ജോഡോ യാത്രയിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വിഷയം. ആദ്യ യാത്രയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടാമതുള്ള യാത്രയിൽ മഹാരാഷ്ട്രയിൽ ഇന്ന് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി വലിയ തോതിലുള്ള ജനക്കൂട്ടമുണ്ടെങ്കിലും അതെല്ലാം വോട്ടായി മാറുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. 2 തരത്തിൽ പോളിംഗ് നടക്കുന്ന, അല്ലെങ്കിൽ വോട്ടിംഗ് നടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. കർണാടകയിൽ കോൺഗ്രസ് സർക്കാരാണ്, തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരാണ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കുന്ന വോട്ടർമാരുള്ള സംസ്ഥാനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. BJPയെ സംബന്ധിച്ച് ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ പരമാവധി സീറ്റുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ നേടിക്കഴിഞ്ഞു. ഇനി കൂടുതൽ സീറ്റുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കണം. അതായത് കിഴക്കൻ മേഖലകളിൽ, ദക്ഷിണേന്ത്യയിൽ നിന്നൊക്കെ വലിയ തോതിൽ സീറ്റുകൾ നേടേണ്ട കാര്യമാണ് BJPയെ അലട്ടുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പുതിയ സഖ്യങ്ങൾ രൂപീകരിക്കുന്നു. പണ്ട് വിട്ടുപോയ സഖ്യകക്ഷികളെ ഒപ്പം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. NDAയിലേക്ക് അകാലിദളിനെ, TDPയെ അതുപോലുള്ള കക്ഷികളെ കൊണ്ടുവരാൻ നോക്കുമ്പോൾ ഒഡീഷയിൽ BJD പോലുള്ള ഭരണപക്ഷത്തിരിക്കുന്ന കക്ഷിയോടുമായി സഖ്യമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ BJP നടത്തുന്നത് ആത്മവിശ്വാസമുണ്ടെങ്കിലും അത് പോരാ എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ്. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇനിയും വലിയ തോതിലുള്ള വിട്ടുവീഴ്ചകൾക്ക് കോൺഗ്രസ് തയ്യാറാകേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു. പ്രാദേശിക കക്ഷികളൊക്കെ തന്നെ കോൺഗ്രസിനെ വിശ്വാസത്തിലെടുക്കേണ്ട സാഹചര്യവുമുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള സാഹചര്യം.